ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ കുക്കിംഗ് ഫുള്ളും ഹസ്ബൻഡിൻ്റെ മദറാണ് കേട്ടോ. രസവും കക്കയിറച്ചിയുടെ തോരനും പിന്നെ കപ്പയും ചേമ്പും കൂടി ഉടച്ചതും ആണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള എല്ലാ ഐറ്റംസും ആണ് ഇതെല്ലാം. പിന്നെ ഇത് ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം, പച്ചമുളക്, തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രസത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് കപ്പ വേകാനായി വെച്ചിട്ടുണ്ട്. കക്കയിറച്ചി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ കപ്പയും ചേമ്പും കുഴയ്ക്കാനായിട്ട് തേങ്ങയിൽ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളകും ഇട്ട് നല്ലപോലെ ചതച്ചെടുത്തു. പിന്നെ രസത്തിനായിട്ടുള്ള ഐറ്റംസും ചതച്ചെടുത്തു. പിന്നെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. ശേഷം വറ്റൽമുളക് ഇട്ട് പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം ചതച്ചതും ഇട്ട് കൊടുത്ത് അത് ബ്രൗൺ നിറമാക്കുന്നത് വരെ ഒന്ന് വഴറ്റി. ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്നും വഴറ്റി. പിന്നെ ഇനി നമുക്ക് കക്ക അരച്ച് തോരൻ സെറ്റാക്കാം. വേവിച്ച കക്കയെല്ലാം മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ മുമ്പ് തേങ്ങയിൽ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം, പച്ചമുളക് എന്നിവയിട്ട് അരച്ച് വെച്ചില്ലായിരുന്നു. ആ അരപ്പ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ വഴറ്റുക. ശേഷം വേവിച്ച കക്കയിറച്ചിയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും രസത്തിലിട്ട് തക്കാളിയെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പുളിവെള്ളവും ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്ത് ലൂസാക്കി എടുത്തു. അപ്പോഴേക്കും നമ്മുടെ തോരൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തു. അങ്ങനെ കക്കയിറച്ചി തോരനൊക്കെ റെഡിയായി. ഇനി കപ്പയും ചേമ്പും കുഴയ്ക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് തേങ്ങയിൽ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുക. ശേഷം വേവിച്ച കപ്പയും ചേമ്പും അതിലേക്കിട്ട് നല്ലപോലെ ഇടിച്ചിടിച്ച് ഉടച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഉച്ചയൂണെല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്നില്ല. കുറച്ച് ചേമ്പും കപ്പയും ഉടച്ചതും പിന്നെ കക്കയിറച്ചിയുടെ തോരനും പിന്നെ രസവും കൂടി മിക്സ് ചെയ്ത് ഒരു പിടി അങ്ങ് പിടിച്ചു. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ പിന്നെ ഉമ്മി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.